നേരത്തെ നമ്മൾ ഫിറ്റ്നസ് സെൻ്ററുകളെ അല്ലെങ്കിൽ ജിമ്മിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെയിറ്റ് ലോസ് അല്ലെങ്കിൽ വെയിറ്റ് ഗെയിനിങ്ങിന് ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസസുകളുണ്ട്. BP, ഗ്ലൂക്കോസ് ലെവൽ ഹൈ ആവുന്നത്, ഫാറ്റി ലിവർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് തന്നെ പലപ്പോഴും നമ്മളുടെ ഒരു ഫിറ്റ്നസ് പ്രൊഫഷണൽസിൻ്റെ അടുത്തുനിന്നായിരിക്കും. വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് അവർ നമ്മളുടെ ഹെൽത്ത് അസസ്മെൻറ്റ് എടുക്കുന്നുണ്ട്. ഈ ഹെൽത്ത് അസസ്മെൻറ്റിൽ കൂടെ പല ക്വസ്റ്റ്യൻസ് അവർ നമ്മുടെ അടുത്ത് ചോദിക്കും. ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള മെഡിക്കൽ ഹിസ്റ്ററി ഉണ്ടോ, അല്ലെങ്കിൽ ഹെറിഡിറ്ററി ഫാക്ടേഴ്സ് ഉണ്ടോ. ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം നമ്മൾക്ക് വർക്കൗട്ട് തുടങ്ങാം. അപ്പോൾ അവരിതുപോലെ നമ്മളോട് പറയും നിങ്ങളുടെ കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റ്, ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ്, ഇങ്ങനെയുള്ളതൊക്കെ നിങ്ങൾ ടെസ്റ്റ് ചെയ്തിട്ട് വരണം എന്നുള്ളത്. സോ ഇതൊക്കെ ഇവർ സയൻറ്റിഫിക്കലി പഠിക്കുന്നത് കൊണ്ട് ഇവർക്ക് അത്രയും അറിവും കാര്യങ്ങളും ഉള്ളത് കൊണ്ടാണ് ക്ലയൻസിൻ്റെ അടുത്ത് സജസ്റ്റ് ചെയ്യുന്നത്. സോ ഫിറ്റ്നസ് പ്രൊഫഷണൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വ്യക്തിയുടെയും, അതായത് വർക്കൗട്ടിൻ്റെ നമ്മൾ ക്ലയൻ്റായിട്ട് നമ്മൾ ചെല്ലുമ്പം നമ്മളുടെ ഒരു ഹെൽത്തും കൂടെയാണ് അവിടെ കറക്റ്റ് ചെയ്യുന്നത്. ഇനി സപ്പോസ് ഇപ്പോൾ നമ്മൾ പുറം രാജ്യങ്ങളിൽ ജോലിക്ക് പോകുന്നു അല്ലെ പഠിക്കാൻ പോകുന്നു, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ജോലിക്ക് പോകുന്നവർക്ക് പാർട്ട് ടൈം ആയിട്ട് ഈ ഒരു ഫീൽഡിലും കൂടെ വർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടുന്നുണ്ട്. പഠിക്കാൻ പോകുന്നവർക്കും അവരുടെ പാർട്ട് ടൈം ആയിട്ട് ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസും കൂടെ കിട്ടുന്നുണ്ട്. അതേപോലെ ഫിറ്റ്നസ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ 2 കിലോമീറ്റർ 3 കിലോമീറ്റർ റേഡിയസിൽ നമ്മൾക്ക് ഫിറ്റ്നസ് സെൻ്ററും ജിമ്മും ഇഷ്ടംപോലെ കാണുന്നുണ്ട്. കരിയർ ഓപ്പർച്യൂണിറ്റീസ് കൂടുതലാണ്. നല്ല രീതിയിൽ ബൂം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ്.